നമസ്കാരം, അഭിലാഷോട്ടയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് പേരെ ഒരു കൂടിക്കാഴ്ചയാണ്, ഒരു ചെറിയ ഇന്റർവ്യൂ ആണ്. അതില് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ സിനിമകൾ, സത്യൻ മാഷ്, നസീർ സാറ്, മധു സാറ്, ജയൻ സാറിന്റെ സിനിമകൾ കണ്ട ഷീലാമ്മ, ഇവരെയൊക്കെ ഒരുപാട് ആരാധനയോടെ കണ്ട നമ്മുടെ വാസന്തി അമ്മ, നമസ്കാരം അമ്മേ, ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ സിനിമ ഒരുപാട് സ്നേഹിക്കുന്നത് അല്ലെ. പണ്ടത്തെ സിനിമകളാണ് ഇപ്പോഴത്തെ സിനിമയാണോ നല്ലത്? പണ്ടത്തെ അല്ലേ? ഇന്നും മറന്നു പോകാത്ത ഒരേ രംഗങ്ങളല്ലേ പണ്ടത്തെ ഡയലോഗ്സ് ഒക്കെ കാണിട്ട് പറയാം. ശരി, ഒരു വരി ഒന്ന് പാടാൻ പറ്റുമോ? കണ്ണും പൂട്ടി കണ്ണും പൂട്ടി ഈ പാട്ടാ മതി. കണ്ണും പൂട്ടി ഉറങ്ങുക നീ എന്തായാലും വാസന്തിയമ്മ അല്ലെ, വാസന്തിയമ്മയുടെ ഒരു കഴിവ് കിട്ടിയിരിക്കുന്ന ഒരാളെ കൂടെ ഉണ്ട്. ടെസ. നമസ്കാരം ടെസ. ടെസ എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ, ഞാനൊരു സിനിമ കണ്ടിട്ട് ഞെട്ടിപ്പോയി. കാരണം ടെസ എന്നോട് പറഞ്ഞില്ല സ്വർഗത്തിലെ കണ്ടിരുന്നു. കാരണം ഞാൻ ധ്യാൻ ശ്രീനിവാസൻ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പടം കാണാൻ പോയപ്പോ ഞെട്ടിപ്പോയി. ഈ ടെസ അല്ലേ ഇത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും, കാരണം പേപ്പട്ടി പോലത്തെ സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. സലീം ബാബു സാറിന്റെ സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഏതാ ഏതാ എല്ലാ പടത്തിലും വന്നിട്ടുണ്ട്. കാരണം അവൾ വനിതാ തിയേറ്ററിൽ അല്ലെ പോയി കണ്ടല്ലേ. അപ്പൊ എന്തായാലും കാരണം ഒരുപാട് സിനിമകളൊക്കെ ആയിട്ട് പോവാ അതിന്റെ വിശേഷം. പിന്നെ അതിലുപരി അമ്മാമ്മയുടെ പാട്ടും കാര്യങ്ങളൊക്കെ നല്ലൊരു കഴിവ് കിട്ടിയിരിക്കുന്ന ഒരാളാണ്. ഒരു കാര്യങ്ങളെ പറയട്ടെ, വരാറിന്റെ പേരെ പരിചയപ്പെടും. ഞങ്ങളുടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പറ്റി. കാരണം ഗിരീഷ് വെണ്ണല എന്നൊരു ഒരു ബ്ലോഗറാണ്, ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ വർക്കിലെ നായികയായിട്ട്, കാരണം അതും അഭിനയിച്ചിരിക്കുന്ന അഭിനയത്തിന്റെ ABCD പോലും അറിയില്ലാത്ത ഒരു തനി നാടൻ അല്ലെ, ഒരു ചായക്കട നടത്തുന്ന ഒരു ചേച്ചിയാണ്. അതാണ് ഏറ്റവും വലിയ കണ്ടന്റ്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞു കൊടുത്ത് അടിപൊളിയായിട്ട് ചെയ്തു. അതിരപ്പള്ളിയിലാണ് ഗിരീഷ് വെണ്ണലയുടെ വർക്ക്. പെരേരയുടെ ഒക്കെ ഒരു സുഹൃത്താണ് ഗിരീഷ് വെണ്ണല. അപ്പൊ എന്തായാലും ടെസ ഇനിയും വിവരങ്ങളിലേക്ക് വരട്ടെ. അപ്പൊ അടുത്ത ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ റിവ്യൂ പറയുകയും അതുപോലെ തന്നെ ഇപ്പോൾ നല്ല രീതിയിൽ സിനിമകൾ ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ജാഫർ ഇടിക്ക് നായകനാവുന്ന സിദ്ദീഖിന്റെ മകനൊക്കെ ഉള്ള ഗുലാന്റെ തട്ടുകട എന്ന് പറയുന്ന സിനിമയില് നല്ലൊരു വേഷം ചെയ്തുകൊണ്ട് വരികയാണ്. അതുപോലെ ചോല വിസ്കി, റിയാസ് മുഹമ്മദിന്റെ, സുമേഷ് കുഡ്ലക്ക്, മാഹിൻ മൂവാറ്റുപുഴ, നിഷ ഇടുക്കി ടീമിന്റെ പുതിയ വർക്കിൽ അഭിനയിക്കുന്നു. പിന്നെ സിനിമാകാരൻ ഗിരി എന്ന് പറയുന്ന പ്രദീപ് വേലുവിന്റെ വർക്കിൽ അഭിനയിക്കുന്നു. അതിലുപരി എന്താ പറയുക, ലോട്ടറി ടിക്കറ്റ് സിബിൻ തോട്ടുങ്കലിലെ ഞാനും പെരേരയും സൂര്യച്ചും ഒക്കെ ഒന്നിക്കുന്ന മാഹിൻ മൂവാറ്റുപുഴ, സുമേഷ് കുഡ്ലക്ക് ടീമിന്റെ, നിഷ ഇടുക്കി ടീമിന്റെ പുതിയ വർക്ക് വരുന്നു. അങ്ങനെ പോകുന്നു. അപ്പൊ നമസ്കാരം. അതുകൂടാണ്ട് ചെറിയ ആങ്കറൊക്കെ ചെയ്യുന്ന ഒരാളാണല്ലേ. എങ്ങനെയുണ്ട് നമ്മുടെ ഒരു ഇന്നത്തെ ഒരു ദിവസം, ഒരു സന്തോഷം? ദിവസം നമ്മളൊരു ഗായിക, ഒരു അഭിനേത്രി നിലയിലും ടെസ നല്ല രീതിയിൽ പാട്ടൊക്കെ പാടുമെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് പാട്ടും അഭിനയമൊക്കെ നോക്കും. ഞാൻ കാര്യം ചോദിച്ചല്ലോ ടെസ, സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാറുണ്ട് വീട്ടിൽ നമ്മൾ ഇരിക്കുമ്പോഴുള്ള പാട്ടാണ് അത്? അതായത് നമ്മൾ ഇത് പാടില്ലേ, നമ്മളിങ്ങനെ ഗ്രൂപ്പുകൾ പാടാം, അങ്ങനെയുള്ളത് ഉള്ളോ? ഉണ്ടോ? സ്റ്റേജിൽ ചെയ്തിട്ടുണ്ടോ? ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ എന്റെ കുറച്ച് പാട്ട് പാടാൻ പറ്റും. ആങ്കറിങ് അല്ലേ? പാടുവാർന്നല്ലേ? പാട്ടായോ? ഞാനൊരു പാട്ടിന് 2 ലൈൻ പാടാം. എന്നിട്ട് ബാക്കി പാട്ടെന്ന് പറഞ്ഞു അറിയാവുന്ന പാട്ട് ആയിക്കോട്ടെ. ആ ശരി, അവന്റെ പാട്ട് എന്നോടൊന്നും
പിന്നെ അത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ കുറച്ചും ഡയറക്ടറാണ്. അയ്യോ അല്ല അട്ടേ പറയാം. എന്താ 1 കോടി പരിപാടിയാണോ? അല്ല ജസ്റ്റ് ഒരു ഫൺ ക്വസ്റ്റ്യൻസ്. ഫണ്ണോ? ജഡ്ജിക്ക് അറിയാൻ പറ്റും, അമ്മച്ചിക്ക് 1 കോടി പരിപാടിയാണത്. ഇപ്പൊ ആട്ടെ ഡയറക്ടർ അറിയാത്ത ആരുമില്ല. പറയാമോ? അമ്മയ്ക്കൊന്നും അറിയില്ല അത്. നമ്മുടെ ഞാൻ ഉദാഹരണം കൊടുക്കാം. പണ്ട് കാലങ്ങളിൽ എന്ന് പറയുമ്പോൾ ജനപ്രിയ താരം ദിലീപ് ഏട്ടൻ അറിയാലോ, അദ്ദേഹം അസിസ്റ്റന്റ് ആയിട്ടും അസോസിയേറ്റ് ആയിട്ടും നിന്ന സമയത്ത് ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിനോടൊപ്പം തന്നെ കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു, ഡയറക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നോട് ഭൂമിഗീതം, അങ്ങനെ ഭൂമിഗീതം എന്ന സിനിമയൊക്കെ അങ്ങനെ. പിന്നെ സിദ്ദിഖ് ലാലിലെ ഒരു വാക്കും കൂടെ ഉണ്ട്. ഇവന്റെ ജോസും ഉണ്ട്, സിദ്ദിഖ് ലാലിലെ ലാൽ ജോസ്. കാരണം ഞങ്ങളോടുള്ള ബ്ലൂ ആരെങ്കിലും കൊടുക്കുമോ അമ്മേ? പുള്ളി ചോദിച്ചു മീശ മാധവൻ സിനിമയിലെ ഡയറക്ടർ ആരെന്ന് വെച്ചു. ഇപ്പൊ ലാൽ ജോസ് ആണ് സംവിധായകൻ. അപ്പൊ ഇവൻ ക്ലൂ കൊടുത്ത അലിൻ ജോസ് ഇല്ലെ ജോസും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു സിദ്ദിഖ് ലാലിലെ മീശമാധവനിലെ കാവ്യ ചേച്ചിയുടെ കഥാപാത്രത്തിന്റെ പേരെന്താ? കാവ്യ ചേച്ചിയുടെ കഥാപാത്രത്തിന്റെ പേര് അത് ആനിയല്ല, രുക്മിണി എന്നാണ് പേര്. ഓ, കാരണം ഇവന് 200 തവണ സിനിമ ഇട്ട് കാണാറുണ്ട്. സൂര്യ ടിവിയിൽ എപ്പോഴും വരാറുണ്ട്. പിന്നെ പുള്ളി ഒരു സംഭവം ഉണ്ടായി, നിങ്ങൾ എല്ലാവരും അറിഞ്ഞായിരുന്നോ? നമ്മുടെ ജനപ്രിയ താരം ദിലീപ് ഏട്ടൻ കഴിഞ്ഞ ദിവസം, ഞാൻ ഇങ്ങനെ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ, പെട്ടെന്നൊരു പാട്ട്, സോനാരേ സോനാരേ സ്വർണ്ണനിലാവില്ലേ സ്വരരാഗത്തെ നിറയ്ക്കാൻ പോരൂ, സോനാരേ സോനാരേ സ്വരരാഗത്തെ നിറയ്ക്കാൻ പോരൂ. ഈ പാട്ട് കേട്ടപ്പോഴല്ലോ ഇതിന്റെ താഴെ പെരേരയുടെ തല ഇങ്ങനെ പൊങ്ങി വരും. പിന്നെ സംഭവം നോക്കിയപ്പോഴല്ലോ പെരേരയുടെ ഡാൻസ് ദിലീപയുടെ കടമെടുത്തേക്ക്. ഇത് രമേശ് പിഷാരടി കാരണമാണെന്ന് സംശയമുണ്ട്. പിഷാരടിയാണ് ഈ സംഭവം ചെയ്യിപ്പിച്ചെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാരും എഴുതിയ അലിൻ ജോസ് പെരേരയുടെ ഡാൻസ് ദിലീപണ്ണ എടുത്തു. കാരണം എന്ന് വെച്ചാൽ ദിലീപണ്ണ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ദിലീപേട്ടന്റെ ഡാൻസ് ആണ് ജനപ്രിയ താരം. പക്ഷെ വേറെ കാര്യങ്ങളും പറയാണ്, ദിലീപേട്ടൻ എന്തോ ആയിക്കോട്ടെ, ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു കാര്യം ദിലീപേട്ടൻ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഞാനും പെരേരയ്ക്കും ജീവന തുല്യാണ്. അദ്ദേഹത്തിന്റെ ആക്ടിങ് കാര്യങ്ങളും കോമഡി അല്ലേ, എല്ലാ പടങ്ങളും ചിരിക്കാനില്ലേ ദിലീപേട്ടനെ കുറിച്ച് ഫീൽ ചെയ്യും അല്ലേ. ഒരുപാട് പേര് ഇപ്പൊ ദിലീപേട്ടന്റെ വിഷയങ്ങളൊക്കെ നമ്മളെ പടങ്ങൾ കാണുന്നു തോന്നി. ആര് പറഞ്ഞു? കുറഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് എന്താ പറ്റിയ ഒരുപാട് ദിലീപേട്ടനാണ്. ശരിക്കും അതല്ലേ ആക്ടറെ തന്നെ കാണാം. റിയൽ ലൈഫായിട്ട് കാണാണ്ടിരിക്കുക. ഇപ്പൊ എനിക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്, ആ വിഷയങ്ങളൊന്നും എന്റെ ബാധിക്കുന്നില്ല. അത് തെളിവാണ്. ആൾക്കാർ നമ്മളെ കാണുമ്പോ എല്ലാരും ആ ഒരു കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. മനസ്സിലായോ വിഷയങ്ങളൊക്കെ? നമ്മുടെ സ്ഥലങ്ങൾ എന്തിനാണ് പ്രസംഗം പറയും? ഇന്റർവ്യൂ ചെയ്ത് എനിക്ക് അനിയത്തിയുണ്ട്. ബോഡിയാണോ? ബോഡിയാടായിട്ട് അല്ല, അത് വേണം. കാരണം എന്താ വെച്ചാൽ അതേ ഈ അമ്മൂമ്മ ഇപ്പൊ എന്റെ വല്യമ്മ ഉണ്ടായിരുന്നു. എനിക്ക് എന്റെ വല്യമ്മ എന്ന് പറയുമ്പോ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം വെച്ചാൽ നമ്മള് മിമിക്രി ചെയ്യാനും പാട്ട് പാടാൻ എല്ലാം സപ്പോർട്ട് തന്ന അമ്മയാണ്. അപ്പം എന്ന് പറയുന്നത് സപ്പോർട്ട് അമ്മയാണ്. മനസ്സിലായില്ലേ? എന്റെ ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തായിരുന്നു അലിയന്റെ ഡാൻസ്. ആ ലൊക്കേഷൻ ഇതുപോലെ ഒരു അമ്മൂമ്മ ഉണ്ടാവുന്നെങ്കിൽ ഞാൻ ഷോട്ട് പോയാൽ ആ പെണ്ണ് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കി. മനസ്സിലായി? അതുകൊണ്ട് അലിയന്റെ വേണ്ട ആൻസി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമില് ഇതുപോലൊരു അമ്മൂമ്മ ഉണ്ടായിരുന്നെങ്കിൽ പെരേര ഇന്ന് വേറെ ലെവലായി പോയത്. പക്ഷെ പെരേര അമ്മൂമ്മ എന്ന് പറഞ്ഞ ജീവനാണ്. അമ്മൂമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് ഇറക്കി, ഒന്ന് പാടിക്കണം. ഇവന്റെ അമ്മൂമ്മയെ കുറിച്ചൊരു പാട്ട് കേട്ടോ. കാരണം ചില കുടുംബത്തിൽ നടക്കുന്ന ഒന്നാണ് അന്നും ഇന്നും മാറ്റിടുന്ന അന്നും പെണ്ണാണ്. കല്യാണം കഴിഞ്ഞാല് അമ്മായിയമ്മ പോരാണല്ലോ, മരുമോളെ കണ്ടാല് തമ്മില് അടിയാണല്ലോ, മതില് തുറക്കടി അടക്കടി ജനല തുറക്കടി നമ്മുടെ അമ്മമ്മ കുച്ചി അമ്മമ്മ രാഗീസ് അമ്മമ്മ ഇവളാണ് ഇവളേതോ നമ്മുടെ അമ്മമ്മ. ജീവിതം എന്നാൽ ഇവർക്ക് ഒരു പമ്പരം പോലെ
ആടാനും പാടാനും ഓടാനും ഇപ്പോ കഴിയാത്ത അവസ്ഥയിലായി. 74 കഴിഞ്ഞപ്പോൾ അകപ്പ സീനായല്ലോ, അസുഖങ്ങൾ കൊണ്ടും പ്രശ്നത്തിലായല്ലോ. BP ഉണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോള് ഉണ്ട്, രക്ഷപ്പെട്ടു. ബെഡിൽ തന്നെ റെസ്റ്റ് എടുക്കും നമ്മുടെ അമ്മുമ്മ, ഈ ഇടക്കുച്ചി അമ്മുമ്മ, ഈ അഗ്രീസ് അമ്മുമ്മ. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അമ്മുമ്മ ലോകം വന്നാൽ തളർന്നു പോകും. ആരായാലും ഞാനായാലും അമ്മുക്കായാലും ലോകം വന്നാൽ ഇപ്പോൾ പിടിവിടാൻ പറ്റില്ല. വേറെ കാര്യം ചെയ്തില്ലേ? അല്ല വേറെ കാര്യം കൊണ്ട് ചോദിക്കാം. അമ്മൂമ്മ എന്ന് പറയണല്ലോ, ഇവന്റെ അമ്മൂമ്മയില്ലേ, സിനിമ പ്ലാൻ കഴിഞ്ഞ ദിവസം വിഷ്ണു കൊച്ചിക്കാരൻ വീട്ടിൽ പോയായിരുന്നു. അഭിനയിക്കാൻ താല്പര്യമുണ്ടോ നമുക്ക്? അഭിനയിക്കാൻ താല്പര്യമുണ്ടാകും. വിഷ്ണു കൊച്ചിക്കാരൻ എടാ ഞങ്ങളുടെ സുഹൃത്തിന്റെ അമ്മൂമ്മയുടെ കഥാപാത്രം ചെയ്തൊരു അമ്മൂമ്മ ഞങ്ങളുടെ കൂട്ടുകാരുണ്ട് വിഷ്ണു കൊച്ചിക്കാരൻ, ഇപ്പൊ സീരിയലിൽ അഭിനയിക്കുക. പുള്ളി അമ്മൂമ്മ എടുത്ത് ചെന്നപ്പോ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ പ്രശ്നം കത്തിയെടുത്ത് വെട്ടാൻ പോയി. അതെന്താ സംഭവം? പെൻഡലല്ല, അമ്മൂമ്മനെ ചാക്കി കെട്ടി കളയുന്നു. തമാശക്ക് ഞങ്ങളുടെ മുടിയുള്ള ആളിങ്ങനെ പൈനാപ്പിൾ. ഇപ്പൊ ദിലീപേട്ടനാണെങ്കിൽ സിനിമയിലേക്ക് അല്ലതെ അപ്പൊ അമ്മൂമ്മ എന്ത് ചെയ്യുന്നത്? തമാശ അമ്മൂമ്മനെ ചാക്കിലാക്കി നമുക്ക് തോട്ടിലിറക്കാന്ന് പറഞ്ഞില്ലേ, അപ്പൊ തന്നെ എന്ത് ചെയ്തു അറിയാം. വിഷ്ണു പറഞ്ഞിങ്ങനെ നിക്കണം, വിഷ്ണുവിന്റെ ഇവിടെ നിൽക്കുമ്പോ കത്തി, എവിടെടാ നിനക്ക് ചാക്കിലാക്കണ്ടേ? വിഷ്ണു ഓടിയിട്ടുണ്ടല്ലോ, ചെറുപ്പോണത്തറയും കണ്ട അവൻ താമസിച്ചില്ല, അവിടെ വരെ ഓടി. പിന്നെ ചാനലുകാരൊക്കെ വന്നിട്ട് ഓടിപ്പോയിട്ടുണ്ട്. അമ്മൂമ്മ അവര് പുറകെ ഓടിക്കും. പക്ഷെ നല്ല സ്നേഹമാണ് കേട്ടോ അമ്മൂമ്മയാണ് താങ്ക്സ് കൊടുക്കുന്നത്. കാരണം വേറെ കാര്യമുണ്ട്, അമ്മൂമ്മ ഇങ്ങനെ തെറിവിളി ഒച്ചപ്പാട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുകൊണ്ട് നമുക്ക് സൈകിട്ടോടെ നമ്മൾ സിനിമയിലേക്കൊക്കെ ട്രൈ ചെയ്തു. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലോ, ഇവൻ ഒരു നാദൃശയാണ്, പാരഡി ഗാനത്ത് ഒരു നാദൃശിക്കാൻ. കഴിഞ്ഞ ദിവസം എടപ്പള്ളി പള്ളിയില് കിടന്ന ആത്മാക്കൾ എണീറ്റ് പോയി ഇവന്റെ പാട്ട് കേട്ടിട്ട്. ഒരു നിമിഷം കൊണ്ട് പാടി ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പാട്ട്. അന്ന് പാടിക്കണ ആത്മാക്കൾക്ക് വേണ്ടി നിത്യശാന്തിയാകാൻ. ആത്മാക്കൾക്ക് ശാന്തത ഉണ്ടാകട്ടെ, മണ്ണിൽ ദൈവം വന്നിടാം, പെണ്ണിൽ ദൈവം തന്നിടാം, ആത്മാക്കൾക്ക് നിത്യശാന്തി പകർന്നിടട്ടെ, നരകം തുറന്നിടാം, സ്വർഗം വന്നിടാം, ആത്മാക്കൾക്ക് നിത്യശാന്തി തന്നിടട്ടെ. പിന്നെ വേറെ കാര്യമുണ്ട്, ഉമർ ലുലുവിന്റെ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ പുള്ളി അഭിനയിച്ചു. പിന്നെ വേറെ ആളുണ്ടായിരുന്നു, ഒരു സിംഹം, ആറാട്ടണ്ണൻ. കുറിച്ച് സുമി നമ്മുടെ തൃശ്ശൂരുള്ള ഡാൻസ് കളിച്ച സുമി അതാണോ? ഒരു കാര്യം കൂടെ പറയാണ്, രസം നല്ലൊരു പാട്ടുകാരിയാണ്. അപ്പൊ അല്ലേ ആറാട്ടനെ പറ്റി പറയല്ലോ, ആറാട്ടിനെ കുറിച്ച്. എന്റെ ഫ്രണ്ട് സുമയ്യ ഇതില് പുഷ്പ വെച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടത്തില് അവളുടെ ഒപ്പം സിനിമ കാണാൻ പോയപ്പോ പ്രിവ്യൂ ഷോ കാണാൻ പോയപ്പോ ആറാട്ടൻ സാർ അവിടെ ഉണ്ടായിരുന്നു. സുമയ്ക്ക് എന്തൊക്കെ പരിചയപ്പെടണമെന്ന് പറഞ്ഞപ്പോ ആ കൂട്ടത്തില് ഞങ്ങൾ രണ്ടുപേരും പരിചയപ്പെട്ടിരുന്നു. ഓർമ്മയുണ്ട്. ശരി, ആറാട്ടിനെ ഇഷ്ടമാണോ? എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ ഇതൊക്കെ കണ്ട് ചിരിക്കാറുണ്ട്, ഡാൻസ് ഒക്കെ? പിന്നെ ഞങ്ങളോടൊക്കെ നല്ല പിന്നെ നല്ല മനുഷ്യനാവുള്ളേ. റിവ്യൂ കൊടുക്കുന്ന സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അത് പുള്ളിയുടെ വ്യക്തിപരമായ അതിപ്പോ അവർക്ക് തോന്നണത് അവര് പറയണു, നമ്മളെ അക്സെപ്റ്റ് ചെയ്യണുള്ളത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഒരു ദിവസം താങ്കളെ പറയില്ല. അപ്പൊ ഒരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട്, ഇഷ്ടമുള്ള ഒരു പാട്ട്. എന്റെ തൊണ്ട പോയത് അതേ കേട്ടോ, എന്റെ തൊണ്ട വേണ്ടത്. ഇപ്പൊ ഒരു പാട്ട് പാടേണ്ടത് ഇങ്ങനെ, ഒരു രാത്രി കൂടി വിട വാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്നരികിൽ വരും അഴകിന്റെ തൂവല ആണു നീ, ഒരു രാത്രി കൂടി വിട വാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ എന്ന് പറയല്ലേ. ഒരു പാട്ടങ്ങ് തട്ടിക്കോ, ഇഷ്ടമാണ്.
തുമ്പക്കുടത്തിൽ കുഞ്ചത്തായും ഞാനിടാം തുമ്പിവാ തുമ്പക്കുടത്തിൽ കുഞ്ചത്തായും ഞാനിടാം ആകാശ പൊന്നാലെ നിറതൊഴിലായത്ത് തൊട്ടേ വരാം ആകാശ പൊന്നാലെ നിറതൊഴിലായത്ത് തൊട്ടേ വരാം തുമ്പിവാ തുമ്പക്കുടത്തിൽ കുഞ്ചത്തായും ഞാനിടാം അടിപൊളിയായിട്ട് നല്ല വോയിസ്, നന്നായിട്ട് പാടി. പിന്നെയുണ്ടോ ഞാൻ ഈ മറ്റേ 2 പടമാണല്ലോ ഞാൻ പറഞ്ഞത്. വേറെ ഏതാ മൂവി? ഇതിപ്പോ സ്വർഗത്തിലെ കട്ടുറുമ്പ് പോലത്തെ മൂവിയാണല്ലോ ഞാൻ പറഞ്ഞത്. വേറെ ഏതാണ് നല്ല ഇതായിട്ട് ചെയ്തത്? ഇവര് സപ്പോർട്ട് ചെയ്തായിരുന്നു. ഓ അത് ശരി. അത് വിനോദം പറഞ്ഞായിരുന്നു, വിനോദ് കോവൂരില്ലേ ആള് പറഞ്ഞായിരുന്നു, പുള്ളി ഉണ്ടല്ലോ സിനിമയിലുണ്ട്. പിന്നെ വേറെ ഇപ്പൊ ചെയ്ത് വെച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് 5B, പിന്നെ സെപ്റ്റംബർ 13 ഒരു കന്നഡ പടം, പിന്നെ അമ്മ കണ്ടിട്ടുണ്ടായിരിക്കും, അമ്മ ഓർക്കാത്തയാണ്. ഇപ്പോഴത്തെ പടങ്ങൾ പണ്ടത്തെ കായംകുളം കൊച്ചുണ്ണിയും ഇതൊന്നും അല്ല ഇപ്പോഴത്തെ പടം. പിന്നെ സിനിമയിലെ സാറും മുത്തച്ചേച്ചിയൊക്കെ ഹണ്ടിൽ റിപ്പോർട്ടായിട്ട് പിന്നെ ഇപ്പൊ ഇറങ്ങാൻ എന്തായാലും എങ്ങനെയെങ്കിലും പുതിയ പടാടാ. എന്തായാലും എങ്ങനെയെങ്കിലും അതായത് ഉന്നതങ്ങൾ എത്താനുള്ള ശ്രമത്തിലാണല്ലേ? അതിന് ഫുൾ സപ്പോർട്ടാണല്ലോ ഫാമിലിക്ക് അല്ലേ? അല്ല സപ്പോർട്ടാണോ? സപ്പോർട്ടൊന്നും ഇല്ല. പിന്നെ ഞാൻ അതിന്റെ അഗേൻസ്റ്റ് ഫൈറ്റ് ചെയ്താണ് ഇത്ര നാള് ഇത്ര വരെ നിന്നത്. ഇപ്പൊ 32 വയസ്സ് വരെ നിലനിന്നത്. ഡയലോഗ്സ് പറഞ്ഞു പറയാൻ പറ്റുമോ? ഏതെങ്കിലും സിനിമ നടിമാരുടെ ഡയലോഗ്? മഞ്ജു വാര്യരുടെ ഡയലോഗ്? മഞ്ജു വാര്യരുടെ ക്യാരക്ടറൊക്കെ ആയിട്ട് കൊടുത്താലാ കൊച്ചു ചെയ്യുള്ളൂ ചുമ്മാ. ഇപ്പൊ ഞാനോട് അനിയനാണെന്ന് ഓർത്തോ. ഇപ്പൊ അനിയനോട് മറ്റേ പഠിക്കണമെന്ന് പറഞ്ഞു ഉപയോഗിച്ചു. ആ ഒരു രവിന്ന് ഒരു സങ്കല്പിക്കും. നീ ആള് ഭയങ്കര ഉഴപ്പാണല്ലോ പഠിക്കണമൊന്നുമില്ലേ? ഏത് നേരം ഇങ്ങനെ കളിച്ച് നടന്നാ മതിയോ അവിടെ കൂട്ടുകാരായിട്ട്? അല്ല, നമുക്ക് വല്ല നിലയിലൊക്കെ എത്തിയിട്ട് വേണം എനിക്ക് എന്തെങ്കിലും BMW എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പോൺസർ ചെയ്യാൻ. ആഗ്രഹം ഉണ്ടല്ലോ. അതിനാവുമ്പോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് എനിക്ക് പ്രതീക്ഷിക്കാമല്ലോ. അപ്പൊ നീക്ക് ഒരു നിലയിൽ എത്തിയാലേ എനിക്ക് അതൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതൊന്ന് സീരിയസ് ആയിട്ട് ഞാൻ പറയാണ്. ഇങ്ങനെ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ നീ ഇവിടെ എടുത്തു വന്നിട്ടില്ല. സത്യമായിട്ട് സാറ് വരട്ടെ. സാറ് ഇതാരാ? നിങ്ങൾ ആരാണ്? ഇദ്ദേഹത്തിന്റെ ചേച്ചി വല്ലതാണോ? ചേച്ചിയാണോ? ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാണല്ലോ പുള്ളി ഇങ്ങനെ ഒറ്റയ്ക്ക് കിടപ്പ് ഓരോ ഉറക്കം. എന്നാ രാത്രി ഒന്നും ഉറക്കുമല്ലേ? ഇയാൾ അവിടെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്ക് എന്താ പറയാ ഈ കൂർക്കമ്മലി കാരണം പഠിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആണോ? പിന്നെ ഉച്ചയ്ക്ക് ഒരു 1 മണിയാകുമ്പോ 12 ടൈം ആകുമ്പോഴല്ലോ ബെല്ലടിക്കലോ ഉണ്ണാൻ നേരത്ത്. അന്നേരം എങ്ങനെയാണെന്ന് അറിയില്ല, പുള്ളിനെ അവിടെ കാണും. പിന്നെ 2 മണിക്ക് വീണ്ടും ചേച്ചി അതോട് കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ തല്ലൊക്കെ വെച്ച് കൊടുക്ക്. മനസ്സിലായില്ലേ? ഇല്ലേ? തല്ലി തന്നെ പടി പിടിയല്ലേ? പ്രിൻസിപ്പാൾ ഇവിടെ ഇരിക്കണ്ട് കേട്ടോ. പ്രിൻസിപ്പാളെ ഈ കൊച്ചു പഠിക്കാത്ത ഉറക്ക രാത്രി മറ്റേ ഫോണിൽ പഠിത്തോണ്ടിരിക്കണോണ്ടാന്ന് കേട്ടോ പറഞ്ഞേ. അമ്മ ആറാട്ടെണ്ണ അറിയോ? ആറാട്ടെണ്ണ അറിയോ? സൂപ്പർ സ്റ്റാറാ, കിങ് ആണ് ആറാട്ടെണ്ണ. അറിയില്ല? അറിയില്ലെന്ന്. പിന്നെ ടെസ്സ ഒരു കാര്യമുണ്ട്. ഈ ഒറ്റ കാര്യം ചോദിക്കുകയാണ്, എന്തെങ്കിലും സങ്കടാവസ്ഥ ഉണ്ടായിട്ടോ? അപ്പൊ നമ്മളെന്തെങ്കിലും അവസരങ്ങൾ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടോ? നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന വേഷങ്ങള്, അങ്ങനെ എന്തെങ്കിലും ഫീലിങ്സ് എന്തെങ്കിലും ഏതെങ്കിലും ഒരു ചെറുത് പറയാൻ പറ്റുമോ? എന്ന് വെച്ചാൽ ആരുടെ പേരൊന്നും പറയണ്ടെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ട് വല്ലാണ്ട് ആഗ്രഹിച്ചൊരു വേഷം കിട്ടാണ്ട് ഇത് പറ. ഇതിനെ കുറിച്ചൊന്നും പറ. അതായത് നമുക്കിടെ ഇപ്പൊ ഞാൻ RDS എന്ന് പറഞ്ഞ മൂവി ചെയ്തു.
അതിനകത്ത് കത്തി താഴെ കിടന്ന് എടുത്ത് ഇങ്ങനെ പൊങ്ങി വരുന്നൊരു സീനാണ് RDS മൂവിയിൽ ചെയ്തത്. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇത്ര കട്ടയാക്കി വരുന്നു, തലയില്ല, കത്തി താഴെ കിടന്നു. അതിൽ പെരേര ഉണ്ടാകത്തില്ല, ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ സംഭവം ഉണ്ടല്ലോ. അപ്പൊ എന്റെ ഫേസ് കണ്ടാലാണല്ലോ നമുക്ക് എന്തെങ്കിലും ഗുണമുള്ളൂ. അപ്പൊ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 1-2 സിനിമയിലെല്ലാം അങ്ങനത്തെ ഒരു സീൻ ചെയ്തുകൊണ്ട് RDS മൂവിയിലെ ഡയറക്ടർ പറഞ്ഞു അടുത്ത പടത്തിൽ നിന്ന് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ പുള്ളി ചെയ്തത്. അപ്പൊ അതുപോലെ എന്തെങ്കിലും സങ്കടകരമായിട്ട് നമുക്ക് പേര് പറയണ്ട, എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ സങ്കടപരമായിട്ട്? അതെനിക്ക് ചാൻസ് തരാമെന്ന് പറഞ്ഞപ്പോ ഇവൻ സൂര്യപടത്തിന്റെ ഓഡിഷൻ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് അത് ഫേക്ക് ആയിരുന്നു. സൂര്യപടം അല്ലേ? തമിഴ് പടം. അങ്ങനെ കുറച്ച് പടങ്ങളിൽ ഇങ്ങനെ നമ്മൾ ഓഡിഷൻ ഒക്കെ പോകുമ്പോ ഫേക്ക് ആയിട്ട് വരാറുണ്ട്. പൈസയൊക്കെ ആവശ്യപ്പെടുന്ന സംഭവം കുറെ പേര് പൈസ ആവശ്യപ്പെടും. അതൊന്നുമില്ല, അവന്റെ പൈസ ആവശ്യപ്പെടുന്നില്ല. പെരേരയുടെ ആവശ്യപ്പെടുന്നുണ്ട്. പെരേരയില് അതല്ല, പെരേരയുടെ 5 ലക്ഷം വരെ ചോദിച്ചിട്ടുണ്ട്. ഇല്ല അങ്ങനെയൊന്നുമില്ല, അല്ലല്ല. അതെ, ഈ ഇരിക്കുന്ന ആരാന്നറിയാം? അമ്മൂമ്മ. ഈ അമ്മൂമ്മ എപ്പോഴും ഉണ്ടാവും അല്ലെ? വീട്ടിൽ നിന്നൊക്കെ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഒരു വർക്കിന് പോകുന്നത്. അന്ന് തന്നെ കൂടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു വർക്കിന് വന്നത്. അവിടെ വന്നില്ലേ ചാലക്കുടിയില്? അത് കെയറിങ് ആയിട്ടാ. അതന്നെ. അപ്പൊ ഞാനതല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ നമ്മുടെ കിട്ടാണ്ട് വന്ന വേഷങ്ങൾ റീസൺ എന്താണ് സിനിമയിലേക്ക് എത്താനുള്ള കാര്യം? എനിക്ക് താല്പര്യമായിരുന്നു, പാട്ടും അഭിനയായിരുന്നു ചെറുപ്പത്തിലെ താല്പര്യം. ഡാൻസിനോട് താല്പര്യമുണ്ടോ? ഡാൻസും ചെറുതായിട്ട്, പക്ഷെ കൂടുതലും പാട്ടും. സിനിമയിലൊക്കെ ഇറങ്ങിയ അത്യാവശ്യം ഡാൻസ് ഒക്കെ അറിഞ്ഞിരിക്കും. വെച്ച് കഴിഞ്ഞാല് അറിഞ്ഞിരിക്കണം, കുറച്ചൊക്കെ അറിയാം. ഒരു സ്റ്റെപ്പ് ഇട്ടെന്നെ ചെറിയൊക്കെ അറിയാം. സ്വർഗത്തിലെ ഓട്ടമില് പാട്ടില് ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം പറയാം, ഇവൻ നന്നായിട്ട് അഭിനയിക്കും കേട്ടോ. അവിടെ എങ്ങനെ കൈ പിടിച്ചടാ? ഞാൻ സാധനം പറയാം. അപ്പൊ ഞാൻ പറയാണ്, ശ്രദ്ധിച്ചിട്ടുണ്ടോ അമ്മമ്മേ? ഇവന്റെ അഭിനയം കണ്ടോ? കൈകാലില്ലാത്തവനാണ് അമ്മേ അമ്മ. അവന് നോക്ക്, അമ്മേ വെല്ലോ തരണേ കൈകാലില്ലാത്തവനാണ് അമ്മേ എല്ലാം തരണേ. ഈ പാവത്തിന് എന്തെങ്കിലും തരണേ. അമ്മ അമ്മേ ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായി, എന്തെങ്കിലും തരണമേ. ഇന്ന് ബിരിയാണി മാത്രമാണ് കഴിച്ചോളൂ. അമ്മേ. പെരേര മറ്റേ എന്താ പറയാ, ഇപ്പം ഒമർ സാർ തന്നെ പറയാണ് പടത്തിലൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞേക്കണത്. എന്ന് വെച്ചാൽ പുള്ളിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബിഗ് ബോസിലേക്കുള്ള ക്ഷണം വന്നോണ്ടിരിക്കുകയാണ് ആൾക്ക്. ഇല്ല പെരേര ബിഗ് ബോസ്. അപ്പൊ ഞാൻ മണിച്ചേണ്ട പാട്ട് പാടാം. അമ്മ 2 കൈയൊന്ന് കൂട്ടിയടിക്കണേ കേട്ടോ. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞോരാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഇന്ന് നിന്റെ വീട്ടില് കല്യാണ അലങ്കാരം, ഇന്നെന്റെ വീട്ടില് കണ്ണീരാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ആത്മാർത്ഥമായി സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഒരു ചെറിയ മിമിക്രിയും കൂടെ കേൾക്കാം, നമ്മൾ ഫിനിഷ് ചെയ്യണത്. ഞാനാണോ അത് ദിലീപേന്റെ സൗണ്ട് എടുക്കണം, പെരേരയാണോ? എന്തായാലും അടുത്തൊരു ജോസ്നെ അല്ലെങ്കിൽ റിമിട്ടോമിയാകും. കരിനാക്കാട്ടോ കൊണ്ട് ഭരിക്കും. അപ്പൊ ഞാൻ കാര്യം പറയാം. അപ്പൊ ദിലീപേന്റെ സൗണ്ട് ഞാൻ ചെയ്യാം, അതുപോലെ തന്നെ പെരേര. അതിൽ ആരാണ് കറക്റ്റ് എന്ന് പറയുന്നത്? ചെറിയ മിമിക്രി പെട്ടെന്ന് നിർത്താം കേട്ടോ. മിമിക്രി ചെയ്ത സിനിമയിൽ ഒരു പാട്ട് പാടി നിർത്തണം. മോനെ മിമിക്രി തീരട്ടെ കേട്ടോ. സൗണ്ട് തോന്നാം. എങ്ങനെയുണ്ട് കുട്ടിക്ക് അറിയോ? നടന്നു നിന്ന് എന്റെ ജന്മിന് പേര് തരും. ഉണ്ടപ്പഞ്ഞേണ്ടോ ഞേണ്ടനുണ്ട് വലിയ ഉണ്ട ഞാൻ ചെമ്പഞ്ഞേണ്ടോ. അപ്പൊ ഈ സൗണ്ട് ഞാൻ എടുത്തു. അപ്പൊ തോമയായിട്ട് നമ്മുടെ പെരേര. അതിൽ തന്നെ ഒരു ചെറിയ പാട്ടുണ്ട്, അതൊരു തോമയായിട്ടുള്ള പാട്ട്.
മുങ്ങിക്കോട്ടെ അടുക്കളവിന് മുങ്ങിക്കോട്ടെ നിന്നെ കൊണ്ട് അറ്റ്ലാന്റിക് നീന്തി കയറും ഞാൻ തോമസ്. ഒരു മാമുക്കോടെ സൗണ്ട് കൂടെ കേൾക്കാം. ഞാൻ അതിലെ സൗണ്ട് ഓഫ് ചിത്രത്തിൽ ഒരു പാട്ട് ചേച്ചി പാടും. എടാ, പാട്ട് ചേച്ചിക്ക് അവസരം ഞാനൊരു ഒരു സൗണ്ട് എടുക്കട്ടെ. ഓക്കെ കേട്ടോ, ഞെട്ടരുത്. കുറച്ചോനെ ഇതാണ് ടെസ്സക്കുട്ടി. മലയാള സിനിമയിൽ ഇനി ഉയരങ്ങളിലേക്ക് നമ്മുടെ ദുൽഖർ കൂട്ടന്റെ, അതുപോലെ തന്നെ നമ്മുടെ പ്രണവിന്റെ, അതുപോലെ തന്നെ ഓരോരുത്തരെ ഏറ്റവും അവസരം നമ്മുടെ അഭിലാഷ് ആട്ട എന്ന് പറഞ്ഞ പയ്യന്റെ, അലിൻ ജോസഫിന്റെ ഒക്കെ കൂടെ നായികയായിട്ട് തിളങ്ങാനുള്ള ഭാഗ്യം കുട്ടിക്ക് ഉണ്ടാവട്ടെ. അതിന് പഠിച്ചോണ്ട് രൂപ. ഇനി എന്റെ മോനായ നിസ്സാർ മാമുക്കോയ ഇപ്പൊ ക്ലീ നെസ്രെ വിളിക്കുന്ന വളർത്തിൽ 5 വർഷം ചെയ്യാം. തിരിഞ്ഞു നോക്കി പൂവിന്നാണ് പഠിച്ചോന്നറിയാം. എന്തായാലും ആ സിനിമയിലും ഈ കുട്ടിക്ക് ഒരു വേഷം കിട്ടാൻ വേണ്ടി പഠിച്ചോണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം. ക്ലൈമാക്സ് ആണെങ്കിൽ ലാസ്റ്റ് പോയി നമ്മൾ ഫുഡ് കഴിക്കുന്ന സീൻ എങ്കിൽ വർഷമാണ്. പിന്നെ വേറെ കാര്യം ഗൾഫിൽ പോവുകയാണ് ഞാൻ പരിപാടി. അവിടെ വേറെ ഒന്നും പഠിച്ചിട്ടില്ല. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഞെട്ട് കറക്റ്റല്ലേ? കാവ്യ ചേച്ചി നടത്തി ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, അടുത്ത് ഞാൻ പറഞ്ഞ കാവ്യ അപ്പുറം ഇരിക്കുന്ന ഒരു ഫീലിങ്സ്. ഞാൻ ഒരു സൗണ്ട് ചെയ്യട്ടെ. ഒരു സൗണ്ട് അല്ലേ അങ്കിളുടെ എല്ലാ സിനിമകളും ടെസ്സക്ക് ഇഷ്ടമാണല്ലേ? എന്തായാലും അങ്കിളുടെ പാട്ടാർമത്തായ സ്പീക്കിങ്ങിലെ ഒരു കുപ്പി കൊടുത്തിട്ടുണ്ട് ചോദിച്ചു വയ്ക്കും. ഇനി ഞാൻ എന്ത് വേണമെങ്കിലും വിളിക്കാം. പൊന്നപ്പാല തക്കപ്പൻ അടിച്ചൊടുക്കണം അവന്റെ കാല്. അയ്യോ എത്ര കാലല്ല അവന്റെ കാല്. ഇഷ്ടമുള്ളൊരു പാട്ട് ലാസ്റ്റ് ഞാൻ കണ്ണിപ്പെണ്ണ് നീ ഭൂതത്തിലെ പാട്ട് പാടാ. ഭൂതത്തിന്റെ തീരാറാവുകയാണ് അതുകൊണ്ടാ കേട്ടോ. നീ ഭൂതത്തിന്റെ എടുക്കണം, ഫിനിഷ് ചെയ്യാൻ പോവാ. ഇഷ്ടമുള്ള പാട്ട് പാടി. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും അല്ലേ അമ്മേ? വല്യമ്മയുടെ ഒരു ഓർമ്മ വരും. ഇന്റർവ്യൂ കാണുന്ന പ്രേക്ഷകരോട് എന്താ പറയാനല്ലോ? ഇന്റർവ്യൂ കാണാം. അപ്പൊ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള സിനിമകൾ കിട്ടാൻ വേണ്ടി പറയും, വിളിക്കാൻ വേണ്ടി പറയും. അങ്ങനെയല്ലേ പറയും. എന്തായാലും നമ്മളെ സ്നേഹിക്കുന്ന JP ആണെങ്കിലും അഭിലാഷാട്ടനെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ ടെസ്സൊക്കെ സപ്പോർട്ട് ചെയ്യാം. ഇന്റർവ്യൂ കാണണം. നിങ്ങൾക്ക് TV പ്രോഗ്രാംസോ അല്ലെ എന്തെങ്കിലുമൊക്കെ സിനിമയിലോ ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വിളിക്കുക. ഫോൺ നമ്പർ കൊടുക്കും. ഫോൺ നമ്പർ വേണ്ട. ഇംഗ്ലീഷോ അത് മറ്റേ യൂട്യൂബിൽ നിന്നല്ലേ നോക്കിയിട്ടോ. മറ്റേ കോപ്പറേറ്റ് വരും. അപ്പം മറ്റേ ചുമ്മാ ഏതെങ്കിലും പാട്ടിയാ ഞാൻ ലൈൻ പാടാം. അതിന്റെ ബാക്കി പാടാൻ പറ്റുമോ? ഇല്ല കൊച്ചു പാട്ടാ. ലൈൻ പാടോ? നിന്നു കാത്ത് 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 നിന്നു ബാക്കി കണ്ണോട് കാവൽ വരെല്ലാം കണ്ണുകൾക്ക് സ്വന്തമല്ലേ, കണ്ണുകൾക്ക് സ്വന്തമല്ലേ, കണ്ണോട് മണിയാരാ കണ്ണി വിട്ട് പിരിവല്ലേ, നീ എന്നെ വിട്ട് പിരിവല്ലേ.
അടിപൊളി കേട്ടോ, നല്ല വോയിസ്. ഈ പാട്ട് അറിയാൻ പാടുന്നു. എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽപ്പു, ഒന്നിങ്ങു നോക്കുമോ വാ തിങ്കളേ, പിണങ്ങരുതേ അരുതേ അരുതേ, പുലരാറായോ തോഴി. എത്ര നേരമായി ഞാൻ കാത്തു കാത്തു നിൽപ്പു, ഒന്നിങ്ങു നോക്കുമോ കിടന്നോ. പിന്മാളികയിൽ പാഴുമ്പോൾ ഇരട്ട കുട്ടികളുടെ അച്ഛൻ, അതിന് പാട്ടാ. അപ്പൊ ലാസ്റ്റ് എടാ പെരേരെ ഇത് ചെയ്യുന്നുണ്ടോ? മമ്മൂക്കാടെ ഭൂതം ചെയ്യുന്നുണ്ടോ? ഞാൻ മണിച്ചേട്ടനെ കൂടി നിർത്തുവോ? മണിച്ചേട്ടന്റെ സൗണ്ട് കൂടി നിർത്തുക. പാടുന്നുണ്ടോ? ഒരു പാട്ടൊന്നും പാടിയോ? ആ എന്നാ ശരി, ലാസ്റ്റ്. അപ്പൊ ശരി പ്രിയമുള്ളവരെ, എന്തായാലും സന്തോഷം. ഇതുപോലൊരു ഇന്റർവ്യൂ തന്നതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു പാട്ടോടുകൂടി ഫിനിഷ് ചെയ്യാണ്. ചോട്ടാമ്മ കണ്ടല്ലേ? ചോട്ടാമ്മ കണ്ടതല്ലേ? അതിന്റെ നടേശൻ നിങ്ങളിപ്പോ വായിച്ച വേദപുസ്തകത്തിലെ അതൊമ്മനും ദുഷ്ടം ഞാനാ പേര് നടേശൻ. നിന്റെ മരണങ്ങൾ മനസ്സെന്ന് പറഞ്ഞേക്കുമ്പോ എന്റെ മകനെ ഞാൻ കൊല്ലും. 2 കുപ്പി കളിന്റെ 10 കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടകൾ പറഞ്ഞ വാക്കല്ല, കൊല്ലുന്ന് പറഞ്ഞാൽ മനസ്സ് കൊന്നിരിക്കും. ഇതൊരു വേറെ നമ്മൾ മാമുക്കോയ്ക്ക് എന്നാണ് പറഞ്ഞത്. നിങ്ങളിപ്പോ വായിച്ച വേദപുസ്തകത്തിലെ അതൊന്നും ക്രിസ്തുവിന് നമ്മളാണ് പേര് പോയ. നിന്റെ മണ്ണ് കണ്ട് വായിച്ചിരിക്കുമ്പോ ഇത് വാപ്പാ നമ്മൾ കൊല്ലും. 2 കുപ്പി കളിന്റെ പുറത്ത് കോഴിക്കോടുള്ള കുട്ടികൾ പറഞ്ഞ വാക്കല്ല, കൊല്ലുന്ന് പറഞ്ഞ വളച്ചലാണ് കൊല്ലും. എന്താണ് ജോലി? ജോബ് എന്താണ് ചെയ്യുന്നത്? എനിക്കെന്താണെന്നറിയോ, നോട്ടീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പരിപാടി. സിനിമയായിട്ട് എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഭയങ്കര പാടാണ് ബാലൻസ് ചെയ്യാൻ. ഞാൻ 1.5 വർഷത്തോളം ലീവ് എടുത്തിട്ട് സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചതാണ്.